പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ, ഞാൻ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയാം. നിൻ്റെ കൃപകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുദിനം നയിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയാം. നല്ല ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് ഈ പ്രഭാതത്തിൽ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ കണ്ടുമുട്ടുന്നവരെയും എന്നെ കണ്ടുമുട്ടുന്നവരെയും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെയും ഞാൻ ശുശ്രൂഷിക്കുന്നവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക, തൻ്റെ പാപത്തിൻ്റെ ഭാരം വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശിമയോൻ്റെ ഭവനത്തിലെത്തിച്ചേർന്ന പാപിനിയായ സ്ത്രീയെക്കുറിച്ച്. കർത്താവിൻ്റെ പാദാങ്കത്തിലിരുന്നു കൊണ്ട് അനുതാപത്തിൻ്റെ കണ്ണീരൊഴുക്കി അവൾ അവൻ്റെ പാദം കഴുകുകയും കണ്ണീരുകൊണ്ട് തുടയ്ക്കുകയും തൈലം പൂശുകയും ചെയ്ത് ചുംബനങ്ങൾ നൽകി. ഇത് കണ്ട് അസ്വസ്ഥനാകുന്ന വീട്ടുകാരനുണ്ട് ശിമയോൻ. ആ അസ്വസ്ഥ കണ്ടുകൊണ്ട് കർത്താവ് പറയുന്നു, ശിമയോനെ, ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് വന്നു, നീ എൻ്റെ കാലുകൾ കഴുകിയില്ല, എനിക്ക് നീ ചുംബനം തന്ന് നീ എന്നെ സ്വീകരിച്ചില്ല. എന്നാൽ ഇവൾ എൻ്റെ പാദങ്ങളിൽ തൈലം പൂശി കണ്ണീരുകൊണ്ട് കഴുകി. അതുകൊണ്ട് ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് പറയുന്നത്. ശിമയോൻ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു ഭക്ഷണത്തിനായി. എന്നാൽ അവന് യഥോചിതം സ്വീകരിക്കുവാനോ അവൻ്റെ മനസ്സിന് മാറ്റം വരുത്തുവാനോ കഴിഞ്ഞില്ല എന്നാണ് കർത്താവ് ഓർമ്മിക്കുന്നത്. ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ മാറ്റമാണ് അവനെ ദൈവത്തോടടുപ്പിക്കുന്നത്, അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാക്കി മാറ്റിയിച്ചു. കാരുണ്യവാനായ കർത്താവെ, ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും. പാപപരിഹാരത്തിനായി ഞങ്ങൾക്ക് വേണ്ടി കുരിശിലേറി അങ്ങയുടെ തിരുമുമ്പിൽ നിരവധിയായി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ പാദാന്തികത്തിൽ ഞങ്ങളെ സമർപ്പിക്കും. ഈശോയെ, ഇന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവരുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെട്ടുകൊണ്ട് അവരുടെ ഹൃദയഭാരങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ സർവ്വീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്ന നിങ്ങളെ ഇവരെയും ഇന്ന് അനുഗ്രഹിക്കട്ടെ.